സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗത അപകടമുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച വടകരയിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ബസ്സുകൾ തടയാനുള്ള സമരം തീരുമാനിച്ചെങ്കിലും പിൻവലിച്ചത് പോലീസിന്റെ ഉറപ്പിന്മേൽ. ശനിയാഴ്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വടകരയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിരുന്നു. ഞായറാഴ്ച രാവിലെയും ബസ്സുകൾ തടയുമെന്ന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും പുലർച്ചെ വടകര സിഐ കെ മുരളീധരനും എസ്ഐ എം കെ രഞ്ജിത്തും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ, കുറ്റ്യാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബബിൻലാൽ എന്നിവർക്ക് നൽകിയ ഉറപ്പിനെ തുടർന്ന് സമരം മാറ്റിവെക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട പ്രകാരം വടകരയിലെ ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗം കണ്ടെത്താൻ പരിശോധനകൾ നടത്തുമെന്നും അപകടം വരുത്തിയ ഹരേറാം ബസ് ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ബസ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്നും പോലീസ് ഉറപ്പു നൽകി. തുടർന്നും ഇത്തരത്തിൽ അപകടങ്ങൾ വരുത്തിവെക്കുന്ന ബസ്സുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ബസ് ഓണർമാരുടെ മീറ്റിംഗ് വിളിച്ച് മത്സരയോട്ടം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകുമെന്നും 3 സ്ക്വാഡായി തിരിഞ്ഞുകൊണ്ട് ബസ്സുകളുടെ ഓട്ടം നിരീക്ഷിക്കുമെന്നും കഴിഞ്ഞ ദിവസം കുട്ടോത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ KL 184959 ഹരേറാം ബസ്സിന് ചാനിയങ്കടവ് പേരാമ്പ്ര റൂട്ടിൽ ഓടാൻ പെർമിറ്റില്ല എന്ന പരാതി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് ഉറപ്പു നൽകിയതായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. വടകര RTO ഓഫീസ് ബസ് മുതലാളിമാർക്ക് വഴിവിട്ട തരത്തിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ പറഞ്ഞു. പെർമിറ്റ് ഇല്ലാതെയാണ് പല ബസ്സുകളും വിവിധ റൂട്ടുകളിലായി ഓടുന്നത്. ഇത് പരിശോധിക്കുന്നതിനായി RTOയുടെ നേതൃത്വത്തിൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വടകരയിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബസ് തടയൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും രാവിലെ മുതൽ ബസ് തടയും എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആഹ്വാനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ ബഹുമാനപ്പെട്ട വടകര CI കെ മുരളീധരൻ സാറും വടകര SI രഞ്ജിത്ത് സാറും ട്രാഫിക് SI ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഉറപ്പ് തരികയും ഇന്ന് രാവിലെ ബസ് തടയാൻ വേണ്ടിയെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വടകര SI രഞ്ജിത്ത് സാർ വന്ന് നേരിട്ട് കണ്ടുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഉറപ്പു തരുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് വടകരയിൽ ബസ്സുകളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഓട്ടം അതിനൊരു അറുതി വരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ബസ് ഡ്രൈവർമാർക്ക് അവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബ്രത്ത് അനലൈസർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന സമയങ്ങളിൽ ബസ് ഡ്രൈവർമാർ ലഹരി അല്ലെങ്കിൽ ബസ് ജീവനക്കാർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് CIയും SI ഉൾപ്പെടെയുള്ള ആളുകൾ ഉറപ്പു തന്നിട്ടുണ്ട്. ഒപ്പം ഈ ഒരാഴ്ച കാലയളവിൽ വരുന്ന ഇന്ന് ഞായറാഴ്ച മുതൽ വരുന്ന ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലയളവിൽ ബസ് ഡ്രൈവർമാർക്കുള്ള പ്രത്യേക ബോധവൽക്കരണ ക്ലാസും ഒപ്പം ബസ്സിലെ മാനേജ്മെന്റിന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് അവരുടെ ഒരു മീറ്റിംഗും ഈ മത്സരയോട്ടം അവസാനിപ്പിക്കുന്നതിനായി വടകര മേഖലയിൽ 3 സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുമെന്നുമാണ് ഞങ്ങൾക്ക് CI ഉൾപ്പെടെയുള്ള ആളുകൾ ഉറപ്പു തന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ബസ് തടയൽ സമരത്തിൽ നിന്നും പിന്നോട്ടേക്ക് പോകുന്നത്. കൃത്യമായിട്ടുള്ള ഈ ഒരാഴ്ച യൂത്ത് കോൺഗ്രസ് പോലീസിന്റെയും ട്രാഫിക്കിന്റെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതായിരിക്കും. ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് വടകര RTOയാണ്. മിസ്റ്റർ രാജേഷ്, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഒരു വാഴയുമായി യൂത്ത് കോൺഗ്രസ് അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയാണ്. കാരണം താങ്കൾ ആ സീറ്റിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വാഴ അവിടെ നിൽക്കുന്നതാണ്. ഇന്നലെ കുട്ടോത്ത് അപകടമുണ്ടാക്കിയിട്ടുള്ള ബസ് അത് പെർമിറ്റ് ഇല്ലാത്ത രീതിയിലാണ് ബസ് ഓടിയിട്ടുള്ളത് എന്ന് കൃത്യമായ രീതിയിൽ യൂത്ത് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മൂക്കിൻ തുമ്പത്ത് ഇത്തരത്തിലുള്ള ബസ് ഡ്രൈവർമാരുടെയും ബസ് മാനേജ്മെന്റിന്റെയും പോക്രിത്തരങ്ങൾ നടക്കുമ്പോഴും അതിനെതിരെ കണ്ണടച്ചുകൊണ്ട് ഇവരുടെ പണം വാങ്ങിച്ചുകൊണ്ട് RTO ബസ് ജീവനക്കാർക്കും ബസ് മുതലാളിമാർക്കും വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് യൂത്ത് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് RTO കേന്ദ്രീകരിച്ച് നടത്തുന്നതായിരിക്കും ചെയ്യും. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.